ഹായ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോസിയറിനെ കുറിച്ചിട്ടാണ്. ഹൈഡ്രോസിയർ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള ഏരിയയിൽ, അതായത് പോണ്ട്, ലേക്കിലൊക്കെ നടക്കുന്ന എക്കോളജിക്കൽ സക്സഷനെയാണ് നമ്മൾ ഹൈഡ്രോസിയർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ഈ ഇമേജിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. ആൻഡ് പയോനിയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. ആൻഡ് ഫൈനലായിട്ട് ഫോം ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഒരു വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള പോണ്ടോ ലേക്കോ അതുപോലെയുള്ള ഏതെങ്കിലും വാട്ടർ ബോഡിയിൽ ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് സീക്വൻഷ്യലി മാറി മാറി വരുന്ന ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ആദ്യം ഫൈറ്റോ പ്ലാങ്ക്ടൺ, പിന്നെ സബ്മേർജ് പ്ലാന്റ് സ്റ്റേജ്, പിന്നെ സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ് സ്റ്റേജ്, ദെൻ റീഡ് സ്വാം സ്റ്റേജ്, മാർഷ് മെഡോ സ്റ്റേജ്, സ്ക്രബ് സ്റ്റേജ് ആൻഡ് ഫോറസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഈ വാട്ടർ ബോഡിയിൽ മാറി മാറി പ്ലാന്റ്സ് മാറി മാറി വരുന്നതനുസരിച്ച് ഇതിൻ്റെ ഡെപ്ത്ത് കുറഞ്ഞു വരുന്നു. ആൻഡ് ഇതിലുള്ള വെജിറ്റേഷൻ, വെള്ളത്തിൻ്റെ അമൗണ്ട് മാറി വരുന്നു, ഡിക്രീസ് ചെയ്ത് വരുന്നു. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് വാട്ടറിൻ്റെ അമൗണ്ട് ഡിക്രീസ് ചെയ്ത് വരുന്നു. പിന്നെ എന്താണ്, അവിടെ സോയിലിൻ്റെ അമൗണ്ട് കൂടി വരുന്നു, ഡെപ്ത്ത് കുറഞ്ഞു വരുന്നു. ആൻഡ് ഫൈനലി ഒരു ഫോറസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്കിനി ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ യൂഷ്വലി പോണ്ട്സ്, ലേക്സ്, പൂൾസ് അങ്ങനെയുള്ള വാട്ടർ ബോഡീസിൽ നടക്കുന്ന സക്സഷനെയാണ് ഹൈഡ്രോസിയർ എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഇങ്ങനെ ഒരു സക്സഷൻ നടക്കാൻ അബൌട്ട് 200 ഇയേഴ്സ് ഓർ അതിൽ കൂടുതൽ എടുക്കാം. ആൻഡ് ഇതിൽ സിൽറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വാട്ടർ ബോഡിയിൽ ഫൈനായിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും എത്ര ഇയേഴ്സ് എടുക്കുന്നു എന്നുള്ളത്. ആൻഡ് ഈ ഒരു ഹൈഡ്രോസിയറിൽ ഫസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി, പയോനിയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. ആൻഡ് ഇൻറ്റു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ആൻഡ് സക്സഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് പ്ലാന്റും ആനിമൽ കമ്മ്യൂണിറ്റീസിലും അവിടെ ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നുണ്ട്. ബട്ട് പ്ലാന്റ് ലൈഫിൽ, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ചേഞ്ചസ് ആണ് മോർ ഒബ്വിയസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡിഫറെൻറ്റ് സ്റ്റേജസിനെ നമ്മൾ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഫോമിൻ്റെ ബേസിസിൽ നെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ സക്സഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ നമ്മൾ അവിടെ ആ സ്റ്റേജിൽ ഡോമിനൻ്റ് ആയിട്ട് കാണുന്ന ഏത് പ്ലാന്റ് ഫോമാണോ, പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണോ, അതിൻ്റെ ബേസിസിലാണ് നെയിം ചെയ്യുന്നത്. നമ്മൾ ഈ പ്രീവിയസ് സൈഡിൽ കണ്ട പോലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് ഫസ്റ്റ് ആണ്, പിന്നെ സബ്മേർജ് പ്ലാന്റ് സ്റ്റേജ്, പിന്നെ ഫ്രീ ഫ്ലോട്ടിംഗ് ടൈപ്പ്, റീഡ് സ്വാം, മാർഷ്, സെഡ്ജ്, മെഡോ സ്റ്റേജ്. അപ്പോൾ ഏത് പ്ലാന്റ് ആണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് ഓരോ സ്റ്റേജിനെയും നമ്മൾ നെയിം ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് 7 സ്റ്റേജാണ് ഈ ഒരു ഹൈഡ്രോസിയർ സക്സഷനിലുള്ളത്. അതിൽ പയോനിയർ എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജാണ്, സെക്കൻഡ് റൂട്ടഡ് സബ്മേർജ് സ്റ്റേജ്, തേർഡ് റൂട്ടഡ് ഫ്ലോട്ടിംഗ് സ്റ്റേജ്, ദെൻ റീഡ് സ്വാം സ്റ്റേജ്, സെഡ്ജ് മെഡോ സ്റ്റേജ്, വുഡ്ലാൻഡ് സ്റ്റേജ് ആൻഡ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫോറസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് പയോനിയർ കമ്മ്യൂണിറ്റിയാണ് അവർ. യൂഷ്വലി ബ്ലൂ ഗ്രീൻ ആൽഗെ, ഡയാറ്റംസ് ഒക്കെയാണ് ഈ സ്റ്റേജിൽ ആ പോണ്ടിൽ വന്ന് കോളനൈസ് ചെയ്യുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ആ പോണ്ടിൻ്റെ ക്യാരക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ സോയിൽ വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ pH വാല്യൂ എന്ന് പറയുന്നത് 5 കൂടുതലായിരിക്കില്ല. ആൻഡ് യൂഷ്വലി സൂപ്ലാങ്ക്ടൻസ് ആയിട്ട് അമീബ, പാരമീഷ്യം, യൂഗ്ലീനിയൊക്കെയാണ് ആ ഏരിയയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഗ്രോ ചെയ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഫോട്ടോസിന്തസിസിൻ്റെ കൂടെ തന്നെ ആ ഏരിയയിലുള്ള, ആ പോണ്ടിലുള്ള ഓർഗാനിക് മാറ്റർ ഇൻക്രീസ് ചെയ്യും. ഇത് കൂടാണ്ട് ഫൈറ്റോ പ്ലാങ്ക്ടൻസ് നമ്പറിൽ ഇൻക്രീസ് ചെയ്ത് അവരുടെ ഡെത്ത് കാരണവും ആ പോണ്ടിലുള്ള ഓർഗാനിക് മാറ്റർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈ ഒരു ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ ഡെത്ത് വഴിയുമൊക്കെ അവരുടെ ഫ്ലോറിൽ ഒരു മക്ക് ലെയർ വന്ന്
ഫോം ചെയ്യും. ഡെഡ് ആൻഡ് ഡീക്കേ ആയിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺ വന്ന് ആ പോണ്ടിൻ്റെ ഫ്ലോറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു മക്ക് ലെയർ അവിടെ ഫോം ചെയ്യും. MUCK ലെയർ ആ പോണ്ടിൽ ഫോം ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ റെഡ്യൂസ്ഡ് ആണ്, pH നോട്ട് മോർ ദാൻ 5 ആൻഡ് ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ ഗ്രോത്തിൻ്റെ കൂടെ തന്നെ എന്താണ് ഓർഗാനിക് മാറ്ററും ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജാണ് റൂട്ടഡ് സബ്മേർജ് സ്റ്റേജ്. അപ്പോൾ ഈ ഒരു ഫൈറ്റോ പ്ലാങ്ക്ടൻസിൻ്റെ ഡെത്ത് ആൻഡ് ഡീകമ്പോസിഷൻ വഴിയും ഇത് കൂടാണ്ട് വിൻഡിൻ്റെ ആക്ഷൻ വഴി നെയ്ബറിങ് ഏരിയാസിൽ നിന്ന് സിൽറ്റും വന്ന ആ പോണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ ഡെത്തും അത് കൂടാണ്ട് നെയ്ബറിങ് ഏരിയയിൽ നിന്ന് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിൽറ്റും കാരണം ആ ഒരു സോഫ്റ്റ് മഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ആ പോണ്ടിൻ്റെ ബോട്ടത്തിൽ. അപ്പോൾ സിൽറ്റ് ഡെപ്പോസിഷൻ ആൻഡ് ഓൾസോ ഡെത്ത് ആൻഡ് ഡീക്കേ ഓഫ് ഫൈറ്റോ പ്ലാങ്ക്ടൺ കാരണം ഈ ഒരു പോണ്ടിൽ ഫ്ലോറിൽ ഒരു സോഫ്റ്റ് മഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ മഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ പോണ്ടിൻ്റെ ഡെപ്ത്ത് കുറഞ്ഞു വരാൻ തുടങ്ങും, അതായത് ഷാലോ ആവാൻ തുടങ്ങും. നമ്മൾ പഠിച്ചു സ്റ്റേജസ് ഓഫ് സക്സഷനിൽ റിയാക്ഷൻ, അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് കാരണം അവിടെയുള്ള എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വരുന്നു. ഇവിടെ നമുക്കറിയാം ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ ഗ്രോത്ത് കാരണം എന്താണ് അവിടുത്തെ ഓർഗാനിക് മാറ്റർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അത് കൂടാണ്ട് അതിൻ്റെ ആ വാട്ടർ ബോഡീൻ്റെ ഡെപ്തും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ബഡിൻ്റെ ഡെപ്പോസിഷൻ കാരണം ആ ഒരു ഹാബിറ്റാറ്റ് ഷാലോ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡെപ്ത്ത് കുറയുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് പെനിട്രേഷനും ഈസിലി ഒക്കർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഡെപ്ത്ത് കുറഞ്ഞു വരുന്നു, ഒരു സോയിൽ ലെയർ ഫോം ചെയ്യുന്നു, ലൈറ്റ് പെനിട്രേഷനും ഇൻക്രീസ് ചെയ്യുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ട് അവിടെ റൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോഫൈറ്റ്സ്, റൂട്ടഡ് ആയിട്ട് മുങ്ങിക്കിടക്കുന്ന സബ്മേർജ്ഡ് ടൈപ്പ് ഹൈഡ്രോഫൈറ്റ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ 3 കാരണങ്ങൾ കാരണം അവിടെ റൂട്ടഡ് സബ്മേർജ് ഹൈഡ്രോഫൈറ്റ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങും. യൂഷ്വലി റൂട്ടഡ് സബ്മേർജ് ഹൈഡ്രോഫൈറ്റ്സ് ആയിട്ട് കാണുന്ന മെരിയോഫില്ലം, ഇതാണ് ആ പ്ലാന്റ്. പിന്നെ ഇലോയിഡിയ, ഹൈഡ്രില്ല, പൊണ്ടമോജെൻറ്റൻ, വാലിസ്നേരിയ, യൂട്രിക്കുലേറിയ, ഈ സ്പീഷീസൊക്കെയാണ് റൂട്ടഡ് സബ്മേർജ് സ്റ്റേജിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇത് കൂടാണ്ട് ഡ്രാഗൺ ഫ്ലൈ, മേ ഫ്ലൈയും പിന്നെ ചില ക്രസ്റ്റേഷ്യൻസും ആ പോണ്ടിൽ ഇൻഹാബിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്ലാന്റിൻ്റെ ഫർദർ ഗ്രോത്ത് വഴി, ഗ്രോത്ത് ആൻഡ് ഡെത്ത് ആൻഡ് ഡീക്കേ വഴി വീണ്ടും ആ ഒരു പോണ്ട് ഫ്ലോറിലെ സബ്സ്ട്രാറ്റം ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് വീണ്ടും പോണ്ടിൻ്റെ വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും, ആ പോണ്ട് ഷാലോ ആവാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു റിയാക്ഷനൊക്കെ കാരണം അടുത്ത സ്റ്റേജ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു റൂട്ടഡ് സബ്മേർജ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാരണം അവരുടെ ഗ്രോത്ത് ഡെത്ത് ആൻഡ് ഡീക്കേ കാരണം വീണ്ടും ആ സബ്സ്ട്രാറ്റം ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. അത് കൂടാണ്ട് ആ പോണ്ടിലുള്ള വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും, പോണ്ടിൻ്റെ ഡെപ്ത്ത് കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ അടുത്ത ഇവിടെ ഉള്ള പ്ലാന്റ് കമ്മ്യൂണിറ്റീനെ റീപ്ലേസ് ചെയ്ത് അടുത്ത സ്റ്റേജ് ആ ഏരിയയിലോട്ട് വരാൻ തുടങ്ങും. നെക്സ്റ്റ് സ്റ്റേജിട്ടാണ് റൂട്ടഡ് ഫ്ലോട്ടിംഗ് സ്റ്റേജ്. ടിപ്പിക്കലി ഒരു റൂട്ടഡ് ഫ്ലോട്ടിംഗ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ആ വാട്ടർ ബോഡീൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് അബൌട്ട് 2 to 5 feet വരെ ആയി കാണും. ആൻഡ് യൂഷ്വലി റൂട്ടഡ് ആയിട്ട് ലീഫ് മാത്രം സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഈ സ്റ്റേജിൽ കാണുന്നത്. അപ്പോൾ റൂട്ടഡ് ആയിരിക്കും, പക്ഷെ അവരുടെ ലീഫ് മാത്രം സർഫസിൽ ഫ്ലോട്ട് ചെയ്യും. ഇതിന് മുന്നത്തെ സ്റ്റേജിൽ റൂട്ടഡ് സബ്മേർജ് സ്റ്റേജിൽ കംപ്ലീറ്റ്ലി വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു പ്ലാന്റ്. ഈ സ്റ്റേജിൽ അവരുടെ ലീഫ് മാത്രം എന്താണ് എയറുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള രീതിയിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഈ സ്റ്റേജിൽ കോമൺ ആയിട്ട് കാണുന്ന മെമ്പേഴ്സാണ് നിംഫിയ, ദെൻ നിലുംബോ, പിന്നെ ട്രാപ്പ, ദെൻ മോണോക്കേറിയ, അപ്പനോജെൻറ്റൻ ആൻഡ് ലിംനാന്തീമം. ഈ
സ്പീഷീസൊക്കെയാണ് ഈ റൂട്ടഡ് ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ കാണുന്നത്. റൂട്ടഡ് ആയിരിക്കും, പക്ഷേ ഇവരുടെ ലീഫ് മാത്രം ഈ സർഫസിൽ ഫ്ലോട്ടിംഗ് ആയിട്ടായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സ്പീഷീസും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ റൂട്ടഡ് ഫ്ലോട്ടിങ്ങിൻ്റെ കൂടെ കുറച്ച് ഫ്രീ ഫ്ലോട്ടിംഗ് സ്പീഷീസ് കാണും. അതിന് എക്സാമ്പിളാണ് അസോള, ലെംന, ദെൻ വുൾഫിയ, സ്മോളസ്റ്റ് ആൻജിയോസ്പേം എന്നറിയപ്പെടുന്ന വുൾഫിയ, ദെൻ പിസ്റ്റിയ ആൻഡ് സാൽവീനിയ. ഈ സ്പീഷീസും ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സ്പീഷീസും പ്രസൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഇവരുടെ ഗ്രോത്ത് വഴി ഫർദർ വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ആനിമൽസ് ലൈക്ക് സ്നേക്ക്, ഫ്രോഗ്, സ്നെയിലൊക്കെ ആ ഏരിയയിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ റൂട്ടഡ് ഫ്ലോട്ടിംഗ് ആണ്. അവരുടെ ലീഫ് ഫ്ലോട്ട് ചെയ്തായിരിക്കും കിടക്കുന്നത്. ഇത് കൂടാണ്ട് ഈ സ്റ്റേജിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും പ്രസൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ലീവ്സ് ഇങ്ങനെ വാട്ടർ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്നതുകൊണ്ടും ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും പ്രസൻസ് കാരണം ആ ലൈറ്റ് പെനിട്രേഷൻ അവിടെ ഡിക്രീസ് ചെയ്യും. അതായത് ഈ ലീവ്സിൻ്റെ പ്രസൻസിൽ വാട്ടർ ബോഡീൻ്റെ സർഫസിൽ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഉള്ളത് കൊണ്ട് താഴോട്ടുള്ള ലൈറ്റ് പെനിട്രേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് അത് എൻവയോൺമെൻറ്റിൽ വരുത്തുന്ന ചേഞ്ച്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കാരണം ലൈറ്റ് പെനിട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ലൈറ്റ് പെനിട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഫ്ലൈറ്റോ പ്ലാങ്ക്ടൻസും കൂടി അവിടെ ചത്തുപോകുന്നു ലൈറ്റ് കിട്ടാത്തതുകൊണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത സ്റ്റേജ് വരും. അടുത്ത സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് റീഡ് സ്വാം സ്റ്റേജ്. റീഡ് എന്ന് പറഞ്ഞാൽ ടോൾ തിന്നായിട്ടുള്ള ഗ്രാസുകൾ ഒരു വെറ്റായിട്ടുള്ള ഏരിയയിൽ ഗ്രോ ചെയ്യുന്നതിനെയാണ് റീഡ് എന്ന് വിളിക്കുന്നത്. അതായത് വെറ്റായിട്ടുള്ള ഏരിയയിൽ ഗ്രോ ചെയ്യുന്ന ടോൾ തിന്നായിട്ടുള്ള ഗ്രാസസിനെയാണ് റീഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് സ്വാംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളത്തിൽ കവർ ചെയ്ത് അല്ലെങ്കിൽ വെറ്റായിട്ട് കിടക്കുന്ന ഏരിയനെയാണ് സ്വാംപ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ സ്റ്റേജിന് ആംഫീബിയസ് സ്റ്റേജ് എന്നും വിളിക്കാറുണ്ട്. റീഡ് സ്വാംപ് സ്റ്റേജിന് ആംഫീബിയസ് സ്റ്റേജ് എന്നും വിളിക്കാറുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കമ്മ്യൂണിറ്റി റൂട്ടഡ് ആയിരിക്കും, ബട്ട് ഷൂട്ട്സ് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നേരത്തെ തൊട്ട് മുമ്പത്തെ ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ അതിൻ്റെ ലീവ്സ് മാത്രമേ റൂട്ടഡ് ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ ലീവ്സ് മാത്രമേ എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ, അതും അപ്പർ സർഫസ്. വേറെ റീഡ് സ്വാംപ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും റൂട്ടഡ് ആണ്, പക്ഷേ അവരുടെ ഷൂട്ട്സ് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ഈ സ്റ്റേജിൽ കാണുന്ന സ്പീഷീസാണ് സെർപ്പസ്, ടൈഫ, പിന്നെ സാജിറ്റേറിയ. ഇത് ആരോ ഹെഡ് പ്ലാന്റ് എന്നും വിളിക്കും. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ആരോ ഹെഡ് പോലെ ഇരിക്കുന്ന. പിന്നെ ഫ്രാഗ്മൈറ്റ്സ് ആണ് ഈ സ്റ്റേജിൽ കാണുന്ന റീഡ് സ്വാംപ് സ്റ്റേജിൽ കാണുന്ന ചീഫ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇവർ റൂട്ടഡ് ആണ്, പക്ഷേ ഇവരുടെ ഷൂട്ടൊക്കെ എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ചെടീൻ്റെ ഒക്കെ ഷൂട്ട്സ് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇത് കൂടാണ്ട് ഈ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൈസോംസ് പ്രസൻ്റ് ആണ്. ആൻഡ് ഇവർ ഗ്രോ ചെയ്ത് ഡെൻസ് ആയിട്ടുള്ള വെജിറ്റേഷൻ ഫോം ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ ഏരിയയിലെ വാട്ടർ ലെവൽ വീണ്ടും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവരുടെ ഗ്രോത്ത് കാരണം വീണ്ടും എന്താണ്, ലൈറ്റ് കട്ട് ഓഫ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓർഗാനിസംസ് എല്ലാം സ്മോൾ ഓർഗാനിസംസ് അവിടെ ചത്തുപോകും. അപ്പോൾ ഈ ഒരു ആംഫീബിയസ് സ്റ്റേജിൻ്റെ മെമ്പേഴ്സിൻ്റെ ഗ്രോത്ത് കാരണം തന്നെ അവിടുത്തെ എൻവയോൺമെൻറ്റിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ട് ഫൈനലി ഈ ആംഫീബിയസ് സ്റ്റേജ് തന്നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. അതായത് വെൽ ഡെവലപ്ഡ് റൈസോംസ് ഉണ്ട്, അതുകൂടാണ്ട് വാട്ടർ ലെവൽ റെഡ്യൂസ് ആവും, ലൈറ്റ് എഗെയിൻ കട്ട് ഓഫ് ചെയ്യും, ആൻഡ് അൺസ്യൂട്ടബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ആംഫീബിയസ് സ്പീഷീസ് ആയിട്ട് മാറും ആ ഏരിയയിൽ. ആ നേരത്തെ സ്റ്റേജിൽ ഡ്രാഗൺ ഫ്ലൈയും മേ ഫ്ലൈയും ഒക്കെ ആയിരുന്നു അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. അവരെ റീപ്ലേസ് ചെയ്തിട്ട്
സ്നെയിൽസ്, സ്കാവഞ്ചേഴ്സ്, ബീറ്റിൽസ്, അനലിഡ്സ്, ഡക്സ്, ബീവേഴ്സ്, മസ്ക്രാറ്റ് പോലെയുള്ള ആനിമൽസ് ആ ഏരിയയിൽ ഇൻഹാബിറ്റ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് സ്റ്റേജാണ് സെഡ്ജ് മെഡോ സ്റ്റേജ്. സെഡ്ജ് എന്ന് പറഞ്ഞാൽ ഗ്രാസസിന് സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് മെഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ട ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ മെഡോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജാണ് സെഡ്ജ് മെഡോ സ്റ്റേജ്. ആൻഡ് ഈ സ്റ്റേജിലും സക്സസീവ്ലി വാട്ടർ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് യൂഷ്വലി കാണപ്പെടുന്നത് ഗ്രാമിനേസിയയും സൈപ്രേസിയയും മെമ്പേഴ്സാണ് ഈ സെഡ്ജ് മെഡോ സ്റ്റേജിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇവിടെ വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ റീഡ് സ്വാം സ്റ്റേജിൽ റൈസോമാറ്റസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ ഈ റൈസോമാറ്റസ് ആയിട്ടുള്ള സിസ്റ്റം ഒരു മാറ്റ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്ത് അവർ ആ പോണ്ടിൻ്റെ നടുക്കോട്ട് വളരാൻ തുടങ്ങും. അപ്പോൾ ഒരു റൈസോമാറ്റസ് മാറ്റ് അവിടെ ഫോം ചെയ്തിട്ട് അത് പോണ്ടിൻ്റെ നടുക്കോട്ട് വളരാൻ തുടങ്ങും. ആൻഡ് ഇവിടെ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായതുകൊണ്ട് ഫർദർ വാട്ടർ ലോസായി പോവും. ഫൈനലി ഈ ഏരിയയിലുള്ള സോയിൽ എയറുമായിട്ട് എക്സ്പോസ്ഡ് ആവും. അപ്പോൾ സെഡ്ജ് മെഡോ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും വാട്ടറിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്ത് ഹൈ ട്രാൻസ്പിറേഷൻ റേറ്റ് കാരണം ഇവിടെയുള്ള എയർ സോയിൽ എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ മഡ് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്ക് ആ മഡിലുള്ള ചില ന്യൂട്രിയൻസ്, അമോണിയ, സൾഫൈഡ്സ് പോലെയുള്ള ന്യൂട്രിയൻസ് ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രേറ്റ്സും സൾഫേറ്റ്സും ഫോം ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ ഒരു ഭയങ്കര വെള്ളമുള്ള കണ്ടീഷന് മിനിമൽ ക്വാണ്ടിറ്റി വെള്ളം അല്ലെങ്കിൽ ഒരു മീസിക് കണ്ടീഷനിലോട്ട് ഈ ഏരിയ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് മാർഷി ആയിട്ടുള്ള വെജിറ്റേഷൻ യൂഷ്വലി ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും ഈ ഏരിയയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു സെഡ്ജ് മെഡോ സ്റ്റേജിൽ മെയിൻലി സൈപ്രേസിയ, ഗ്രാമിനേസിയ മെമ്പേഴ്സാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് അവരുടെ റൈസോമാറ്റസ് സിസ്റ്റം ഒരു മാറ്റ് പോലെ ഫോം ചെയ്ത് പോണ്ടിൻ്റെ സെൻറ്ററിലോട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും. പിന്നെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കാരണം ഫൈനലി ഇവിടെയുള്ള സോയിൽ അല്ലെങ്കിൽ മഡ് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങും. ആൻഡ് യൂഷ്വലി സെഡ്ജ് മെഡോ സ്റ്റേജിൽ കാണപ്പെടുന്ന സ്പീഷീസാണ് കാരക്സ്, ദെൻ ജെൻകസ് ആൻഡ് സൈപ്രസ് പോലെയുള്ള സ്പീഷീസാണ് ഈ സ്റ്റേജിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് വുഡ് ലാൻഡ് സ്റ്റേജ്. അപ്പോൾ തൊട്ട് മുന്നത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മീസിക്കായിട്ടുള്ള കണ്ടീഷനാണ്. വുഡ് ലാൻഡ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ഇയറിൽ മെജോറിറ്റി സമയം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡ്രൈ ആയിട്ടുള്ള സോയിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഷ്രബ്സും ട്രീസും ഒക്കെ ആ ഏരിയയിൽ ഇൻവേഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ചെടികളാണ് സാലിക്സ്, കോർണസ്, പോപ്പുലസ് ആൻഡ് അൾനസ്. ഇത് കൂടാണ്ട് തന്നെ ആ ഏരിയയിലുള്ള ഹ്യൂമസ് കൂടിയാൻ വരാൻ തുടങ്ങും. ആൻഡ് മൈക്രോ ഓർഗാനിസം റിച്ച് ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ഡെത്ത് ആൻഡ് ഡീക്കെ വഴി ഹ്യൂമസ് ഇൻക്രീസ് ചെയ്യും, മൈക്രോ ഓർഗാനിസും റിച്ചായിട്ട് പ്രസൻ്റ് ആയിരിക്കും ആ ഏരിയൻ്റെ സോയിലിൽ. ആൻഡ് മിനറലൈസേഷൻ ഓഫ് സോയിൽ ഫേവേഴ്സ് അറൈവൽ ഓഫ് ന്യൂ ട്രീ സ്പീഷീസ്. അപ്പോൾ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ നമ്മൾ കണ്ടു ആ ഒരു മഡ് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ എത്തുമ്പോഴത്തേക്കും മിനറലൈസേഷൻ ഓഫ് സോയിൽ കാരണം പുതിയ പുതിയ ട്രീ സ്പീഷീസിൻ്റെ അറൈവൽ ഇവർ ഫേവർ ചെയ്യും. അപ്പോൾ ഈ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും വാട്ടർ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. ഇയറിൻ്റെ ഒരു മെജോറിറ്റി ടൈം എടുത്തു കഴിഞ്ഞാലും സോയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോണ്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഒരു വാട്ടർ ബോഡിയിൽ നിന്ന് ഒരു ഡ്രൈ ആയിട്ടുള്ള ലാൻഡായിട്ട് ഇത് കൺവേർട്ട് ചെയ്തു.
ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സക്സഷൻ ആണ് ഫോറസ്റ്റ് സ്റ്റേജ്. ആൻഡ് ഫോറസ്റ്റ് സ്റ്റേജ് ആണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ വുഡ്ലാൻഡിൽ റാപ്പിഡ്ലി ട്രീസ് ഇൻവേഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് എന്ത് ടൈപ്പ് ഫോറസ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഒരു ട്രോപ്പിക്കലായിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ യൂഷ്വലി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഹെവി റെയിൻഫോളൊക്കെ ഉള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ടെമ്പറേറ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള പ്ലാന്റും ആനിമൽ കമ്മ്യൂണിറ്റീസും തമ്മിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഇൻറ്ററാക്ഷൻസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പ്ലാന്റ്സും ആനിമൽസുമായിട്ട് എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ പ്രസൻ്റ് ആയിരിക്കും. താങ്ക് യു.